أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. കഴിഞ്ഞ ക്ലാസ്സുകളുടെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്. സയ്യിദ്ന ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു മിൻഹാജു താലിബീൻ എന്ന പേരിൽ എഴുതിയ ഒരു ബുക്കിനെ അധികരിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ നടന്നു വരുന്നത്. അതിൻ്റെ ഒരു ഭാഗം വരും തലമുറയെ പാപഭംഗിലമായ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ പാപത്തിൻ്റെ കറ പെടാതെ എങ്ങനെ സംരക്ഷിക്കാം എന്നായിരുന്നു. രണ്ടാമത്തെ ഭാഗം മുതിർന്ന ആളുകൾ പാപങ്ങളിൽ അകപ്പെട്ടു പോകുന്ന അതല്ലെങ്കിൽ ആത്മസംസ്കരണത്തിൻ്റെ മാർഗത്തിൽ നാം എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഒരു ക്ലാസ്സാണ് കഴിഞ്ഞതെന്നാണ് ഓർക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച്. അഥവാ ഹൃദയ പരിശുദ്ധി, ആത്മസംസ്കരണം എങ്ങനെ നമുക്ക് സിദ്ധിക്കും അതിനെക്കുറിച്ച് പറയുമ്പോൾ വ്യത്യസ്ത സ്വഭാവക്കാരും വ്യത്യസ്ത നിലകളിലുമുള്ള ആളുകളാണ് ഉള്ളത്. അതായത് ചില ആളുകൾ താരതമ്യേന ആത്മസംസ്കരണത്തിൻ്റെ മാർഗത്തിൽ ഒരു നീണ്ട യാത്ര തുടങ്ങിയവരായിരിക്കും. ചിലർ വളരെയധികം അക്കാര്യത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും. അപ്പോൾ അതിനാൽ വ്യത്യസ്തരമായ ആളുകൾക്ക് സാധാരണ രോഗങ്ങൾ തന്നെ ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ട് ചികിത്സകൾ വ്യത്യാസമുള്ളതുപോലെ തന്നെ സ്വഭാവങ്ങൾ വ്യത്യാസമായതിനനുസരിച്ച് ചികിത്സകൾ വ്യത്യാസമുള്ളതുപോലെ തന്നെ ആത്മീയ രോഗങ്ങളുടെ ചികിത്സയും വ്യത്യാസമാണ് എന്ന് തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഒരു കാര്യം ഒന്ന് ആവർത്തിച്ച് പറയാനുള്ളത്, യഥാർത്ഥത്തിലുള്ള പരിശുദ്ധി ഹൃദയത്തിൻ്റെ പരിശുദ്ധിയാണ്. ഹൃദയത്തിൽ മാറ്റം വരാതെ കർമ്മത്തിൽ മാറ്റം വരികയില്ല. ഒരു ചെറിയ ഭൗതികമായ നിലയിൽ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ മനുഷ്യൻ നമ്മളിപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ മറ്റൊരാളോട് കൺവേഴ്സേഷൻ നടത്തുന്നത് പൊതുവെ 3 വിധത്തിലാണ്. ഒന്ന് വാക്കിലൂടെ, മറ്റൊന്ന് നമ്മുടെ ശരീരഭാഷ, മൂന്നാമത്തേത് സൗണ്ട് വേരിയേഷൻ, നമ്മുടെ ശബ്ദത്തിലുള്ള ഉയർച്ചയും താഴ്ചയും. അതിൽ ഏറ്റവും കൂടുതൽ ശതമാനം നമ്മുടെ വാക്കുകൾ 7% മാത്രമേ ഉള്ളൂ. 50-ലധികം 56 57 ഞാൻ ഓർക്കുന്നില്ല ശതമാനവും ശരീരഭാഷയാണ്. ശരീരഭാഷയെ നിയന്ത്രിക്കുന്നത് ഹൃദയമാണ്. അതായത് ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അതാണ് ശരീരഭാഷയിൽ പ്രകടമാവുകയുള്ളൂ. കാരണം ശരീരം കളവ് പറയില്ല. അവനെ കണ്ടാൽ തന്നെ അറിയാം ഒരു കള്ളച്ചിരി എന്ന് പറയാറുണ്ട്. അതായത് ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ചിരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയത്തെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ കൂടെ വരുന്നതാണ്. സൗണ്ട് വേരിയേഷനും ശബ്ദത്തിലുള്ള ആരോഹണ അവരോഹണ നിലയും ഹൃദയത്തിൻ്റെ തന്നെ നിയന്ത്രണത്തിലാണ് ഉള്ളത്. വാക്ക് ആർക്കും എന്തും പറയും, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ശരീരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇവിടെ ഹൃദയ സംസ്കരണം ആണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അവൻ്റെ സ്വഭാവ സംസ്കരണത്തിൻ്റെ മർമ്മം അഥവാ അതിൻ്റെ കേന്ദ്രം. ഖലീഫത്തുൽ മസീഹ് സാനി അതിനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് അവിടെ നിന്ന് തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ എവിടെയാണ് പോകേണ്ടതെന്ന് അറിയാതെ ലക്ഷ്യം മറന്ന് തലമറന്ന് എണ്ണ തേക്കുക എന്ന് പറയും. ലക്ഷ്യം മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായി മാറും. അതുകൊണ്ടാണ് ഞാൻ അതിനെ ആവർത്തിക്കുന്നത്. हुजूर പറഞ്ഞത് एक शख्स कतन कोई गुनाह ना करे मगर उसके दिल में गुनाह और बुराई से उल्फत हो और गुनाह के जिक्र में उसे लज्जत महसूस हो तो वो नेक और पाक नहीं कहला सकेगा. ഒരാൾ ഒരിക്കലും ഒരു പാപവും ചെയ്തിട്ടില്ലെന്ന് തന്നെ ധരിക്കട്ടെ, ശരീരഭാഷയിലേക്കും എത്തുന്നില്ല,
അതിൻ്റെ മുമ്പത്തെ വശമാണ് പറയുന്നത്. ഒരു പാപവും ചെയ്യുന്നില്ലെങ്കിലും അയാളുടെ ഹൃദയത്തിൽ പാപമുണ്ടെങ്കിൽ, അത് അയാൾക്ക് പാപത്തോടൊരു സ്നേഹം, ഒരു പ്രേമം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ അയാൾ അതിലൊരു അനുഭൂതി അനുഭവിക്കുന്നുവെങ്കിൽ അയാൾ ഒരിക്കലും നല്ല ആളാണെന്ന് പറയാൻ നിവൃത്തിയില്ല. ഒരാൾ ദേഷ്യം വന്നാൽ ചീത്ത പറയാത്ത ആളുണ്ടാവും. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ അവൻ മറ്റവനാണ് മറിച്ചവനാണെന്ന് മനസ്സിലിങ്ങനെ പുറപുറത്താൽ അയാൾ പാപിയാണ്. അയാൾ അള്ളാഹുവിന്റെ സന്നിധിയിൽ ശുദ്ധനല്ല. അള്ളാഹുവിന്റെ സന്നിധിയിൽ ശുദ്ധനല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ സന്നിധിയിലും ശുദ്ധത നടിക്കാനേ സാധിക്കുകയുള്ളൂ. അയാളുടെ ശരീരഭാഷ പറയും അയാൾ ശുദ്ധനല്ല എന്നുള്ളത്. ഇത് ഇക്കാലത്ത് ശരീരഭാഷയെക്കുറിച്ച് വളരെയധികം പഠനങ്ങൾ നടന്നു വന്നിട്ടുണ്ട്. മനുഷ്യന്റെ ഓരോ ചലനത്തിനും അർത്ഥങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വളരെ വിപുലമായിട്ടുള്ള ഒരു സ്റ്റഡി ചെയ്യാവുന്ന ഒരു മേഖലയാണത്. പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വളരെ അനിവാര്യമായ ഒരു സംഗതി കൂടിയാണ്. അത് മറ്റൊരുത്തനോട് ദുർധാരണ വെച്ച് പുലർത്തുന്നതിനല്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടി മാത്രം അതിനെ വിനിയോഗിക്കുക എന്നുള്ളത് മറ്റൊരു ഹൃദയ ശുദ്ധിയുടെ അടയാളം കൂടിയാണ്. ഞാൻ പറയുമ്പോൾ അത് പഠിച്ചിട്ട് ഇനി മറ്റൊക്കെ കണ്ടുപിടിക്കാൻ നടക്കുക എന്ന നിലയിലല്ല, നേരെ തിരിച്ചായിരിക്കണം. അതിൻ്റെ നന്മയായ വശങ്ങളെ മാത്രം, അതും അതിനെ ദുർധാരണയുടെ അവസ്ഥയിലേക്ക് ഒരിക്കലും പോകാതെ പിടിച്ചു കെട്ടാൻ കഴിവുള്ള ആൾക്ക് മാത്രമേ ആത്മീയമായ ജീവിതം ആഗ്രഹിക്കുന്ന ഒരാൾ അത് പഠിക്കാവൂ എന്നുകൂടെ എനിക്ക് പറയാനുണ്ട്. അല്ലെങ്കിൽ ഒരാളെ കുറിച്ചിട്ട് മനസ്സിലാവുന്നൊക്കെ വെച്ച് ദുർധാരണ വെച്ച് കൊടുത്ത് അയാൾ പാപിയാവും, മറ്റാൾ രക്ഷപ്പെടും, പക്ഷെ ഇയാൾ പാപിയാവും. താൻ ചത്ത് മീൻ പിടിച്ച് വേറെ ആർക്ക് തിന്നാനാണെന്ന് സാധാരണ ഒരു നാടൻ ചൊല്ലുണ്ട്. അതേപോലത്തെ ഒരു അവസ്ഥയിലേക്ക് അവൻ ചെന്നുപെടും. തിരിച്ചു വരാം. ഈ ഹൃദയത്തിന്റെ ശുദ്ധീകരണം, ആത്മസംസ്കരണം, അതിന് പലവിധത്തിലുള്ള പ്രകൃതത്തെയും പലവിധത്തിലുള്ള അവസ്ഥകളെയും പരിഗണിച്ചുകൊണ്ട് ആദ്യത്തെ ഒരവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്ത് പകുതിയിലെത്തി നിൽക്കുന്നത്. ആദ്യത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ കറ ഇല്ലാത്ത ഹൃദയങ്ങൾ. ചില ആളുകൾ പാപം പാപാണെന്ന് പോലും അറിയാതെ പാപം ചെയ്യുന്നവരുണ്ട്. പാപമാണെന്ന് അറിയാതെയല്ല, അവർക്ക് അറിയാം, പക്ഷെ അത് പ്രശ്നമില്ല. ഒരാളുടെ വെള്ളത്തുണിയിൽ ഒരു ചെറിയ കറ ഉണ്ടെങ്കിൽ ആ വെള്ളയല്ലാന്ന് കാണും. അതേപോലെ കറയായി മാറിയിട്ടുള്ള ആളുകൾ, പാപത്തിലേ മുഴുകിയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഒരാളോട് വാപ്പാനോടോ ഉമ്മാനോടോ സ്നേഹം കാണിക്കുന്ന അവർക്ക് കഴിയില്ല. അതേപോലെ സത്യം പറയണമെന്ന് എപ്പോഴും സത്യം പറയേണ്ട ആവശ്യം എന്താണ് എന്നാണ് അവർക്ക് തോന്നുന്നത്. കളവും പറയാമല്ലോ. അത് പാപഭംഗിലമായ ജീവിതത്തിൽ ആണ്ടുപോയി അതിന്റെ കറ പറ്റിയ ആളുകളാണ്. അവർക്കുള്ള വെല്ലടിക്കേണ്ട ആളുകൾ, അവർക്കുള്ള ചികിത്സ മറ്റൊന്നാണ്. അതേസമയത്ത് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അവർ നഷ്ടപ്പെട്ടു എന്നല്ല ഞാൻ പറയുന്നത്, അവർക്കുണ്ട് ചികിത്സ. അതിനെന്ത് ചെയ്യണം എന്നുള്ളത് അത് നോക്കാം. പക്ഷെ അതേസമയത്ത് അതിനു മുമ്പ് ഈ കറ പറ്റാത്ത ആളുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്ത് വന്നത്. അതിൽ 3 കാര്യങ്ങൾ പ്രധാനമായും അറിഞ്ഞെങ്കിൽ മാത്രമേ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ നന്മയാൽ അലങ്കൃതമാവാനും സാധിക്കുകയുള്ളൂ. ഒരു സംഗതി മനസ്സിലാക്കാനുള്ള, പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള ഒരിക്കലും ഒരു നന്മയൊന്നുമല്ല. ഒരാളെ ഞാൻ കളവൊന്നും നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ കാര്യമൊന്നുമില്ല. അത് കളവ് നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ കാര്യമെല്ലാം തോന്നുന്ന കാര്യം, ഞാൻ കള്ളുപിടിക്കുന്നില്ല, ഞാൻ ചീട്ട് കളിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ മറ്റു വൃത്തിയോടം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അയാൾ ശൂന്യനായി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതേസമയത്ത് അയാൾ നന്മകളാൽ കൂടി അലങ്കൃതനാവുമ്പോൾ മാത്രമേ അയാൾ നല്ല ആളാണെന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റതിപ്പോൾ ആട് ആരും കടിക്കൂല എന്ന കാരണത്താൽ ആട് നല്ലതാണ് എന്ന് പറയാൻ പറ്റില്ല. ആദ്യം കടിക്കുന്ന സ്വഭാവമില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ നരി ആക്രമിക്കുന്നതാണെന്ന് വിചാരിച്ചാൽ അത് മോശമാണെന്നും പറയാൻ പറ്റില്ല. അത് അതിൻ്റെ സ്വഭാവം കാണിക്കുന്നു. ഇവിടെ നന്മകൾ ചെയ്യുകയും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയും അതേസമയത്ത് തിന്മ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കെ തിന്മയിൽ നിന്ന് മാറി നിൽക്കുകയും. ഞാൻ പറയാൻ ഉദ്ദേശിച്ച സംഗതി ഇതാണ്. തിന്മ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കെ തിന്മയിൽ നിന്ന് മാറി നിൽക്കലാണ് നന്മ.
അതല്ല സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ ഞാനൊന്നും തിന്മ ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതില് 3 കാര്യങ്ങളാണ് അന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അതിലൊരു ഭാഗമുള്ളൂ കഴിഞ്ഞിട്ട്. ഒന്ന്, നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചുമുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. പല ആളുകൾക്കും അതില്ല. പലപ്പോഴും ഉദാഹരണമായിട്ട് ഒരു നന്മയാണെന്ന് പറഞ്ഞാൽ അതിലെന്ത് നന്മയാണെന്ന് തോന്നും. ഞാൻ ഉദാഹരണമായി ഇത് വിഷയത്തിലകത്ത് വരും, പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം മാത്രം ഉദാഹരണം പറഞ്ഞു പോവാണ്. ഒരാൾക്ക് വേദന ഉണ്ട്. ആ വേദന കണ്ടാൽ നമുക്ക് വേദനിക്കണം. അല്ലാത്ത ഒരാൾ പാപിയാണ്. ഒരാളെ വിഷമം കണ്ടാൽ നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടായിരിക്കണം. അല്ലാത്ത ആൾ പാപിയാണ്. അതിന്റെ എന്താണ് കാരണം എന്ന് സാനി വിവരിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് എത്തുമ്പോൾ പറയാം. അതേപോലെ തന്നെ ഒരാൾ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നു, പക്ഷെ നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ അതിന് സാധിച്ചിരുന്നുവെങ്കിൽ ഞാൻ സഹായിക്കും എന്നുള്ളൊരു മനസ്സ് നമുക്ക് വേണം. അതാണ് നന്മ. അതില്ലെങ്കിൽ അത് തിന്മയാണ്. ഒരാൾക്ക് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളെ കാണുമ്പോഴേ നമുക്ക് അയാളെ സഹായിക്കണമെന്ന് ആഗ്രഹം വേണം. നമുക്ക് സാധിക്കുന്നില്ല, സാധിച്ചാൽ എന്തായാലും ഞാനത് ചെയ്യും എന്ന ഒരാഗ്രഹം ഇല്ലെങ്കിൽ അതും തിന്മയാണ്. അപ്പോൾ പല നന്മകളും നന്മയാണെന്നോ തിന്മയാണെന്നോ അറിയാതെ ഒരു 4, 5 അല്ലെങ്കിൽ 10, 15 തിന്മകളുടെ പേരറിയാം, അതിൽ ഞാനില്ല എന്ന് കരുതുകയും 10, 15 നന്മകളുടെ പേരറിയാം, അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കരുതുകയോ ചെയ്താൽ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ എത്തേണ്ട സ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല. അതില് തിന്മകളുടെ വേറെ പട്ടികയും നന്മകളുടെ വേറൊരു പട്ടികയുമാണ് ഖലീഫത്തുൽ മസീഹ് സാനി നമ്മുടെ മുമ്പാകെ വെക്കുന്നത്. അതിനെ ഒന്ന് വ്യവച്ഛേദിച്ച് വെക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് പെട്ടെന്ന് മനസ്സിലാകാൻ സാധിക്കും. അതിന് സാധാരണ ഇതിൽ കള്ളി വരച്ച് കാണിച്ചു തരുന്നതും കൂട്ടി എഴുതി കാണിച്ചു തരുന്നതിനുള്ള വ്യത്യാസം ഉണ്ടാവും. അതുപോലെ അതിനെ മാറ്റി ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഖലീഫത്തുൽ സാനി പറഞ്ഞത്, നന്മയിൽ അടുത്തത് പിന്നെ നന്മകളെ കുറിച്ചും തിന്മകളെ കുറിച്ചും വിവരം കിട്ടി. പക്ഷെ അതിൽ എങ്ങനെയാണ് ഞാൻ നന്മ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ തിന്മ ചെയ്യേണ്ടത്, തിന്മയിൽ നിന്ന് മാറി നിൽക്കേണ്ടത്, അതിനുള്ള സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കണം. അതിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് വ്യക്തമായിരിക്കണം. ഉദാഹരണമായിട്ട് ഒരാളോട് പറയാണ്, ഈ സാധനങ്ങളൊക്കെ എടുത്ത് റൂമിൽ വെക്കുക. ഒരു പണിക്കാരനോടൊരാളോട് നമ്മൾ പറയുന്നത്, വേലക്കാരന് സാധനമൊക്കെ എടുത്ത് വെച്ച് റൂമിൽ വെക്കും. പക്ഷെ കസേരയോടെ വെക്കണം, മേശയോടെ വെക്കണം, കട്ടിലോടെ വെക്കണം എന്നുള്ള സാഹചര്യങ്ങൾ അവൻ അറിയണം. അതല്ലാതെ കയറി വെക്കാൻ കഴിയില്ല. അതേപോലെ നന്മയെക്കുറിച്ച് അറിഞ്ഞു എന്ന കാരണത്താൽ അത് എവിടെ വെക്കണം, എങ്ങനെ ചെയ്യണം എന്നറിയണം. അതിന്റെ സാഹചര്യങ്ങളെ, അതിന്റെ സന്ദർഭങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. മറ്റൊന്ന് അതിനെക്കുറിച്ച് അറിയാനുള്ളത്, ഏതെല്ലാം നന്മകളാണ് എന്നിലുള്ളത് എന്നുള്ളൊരു അവബോധം അവനുണ്ടായിരിക്കണം. എപ്പോഴും എന്നിലുള്ള നന്മകൾ ഇന്നതൊക്കെയാണ്, ഇന്നതിൻ്റെ ഒക്കെ കുറവ് എനിക്കുണ്ടെന്ന് പറയാം. അതേപോലെ ഏതെല്ലാം തിന്മകളാണ് തന്നിലുള്ളത് എന്നും അറിയാം. ഈ 3 കാര്യങ്ങളും അറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ മേഖലയെ നമുക്ക് അടക്കി വാഴാൻ സാധിക്കുള്ളൂ. ബാക്കി അല്ലാതെ പതിലൂടെ ഉണ്ടെങ്കിൽ അതിലൊരു ഭാഗം ഏതെല്ലാമാണ് തിന്മകൾ എന്നാണ് നമ്മൾ എണ്ണി എണ്ണി പറഞ്ഞു വന്നത്. ഒരു കാര്യം അതിലുണ്ടായിരുന്നത് മനുഷ്യന്റെ വ്യക്തിപരമായ ബന്ധപ്പെട്ട തിന്മകൾ. അത് വേറെ ആരെയും ബാധിക്കൂല, നമ്മുടെ ഹൃദയത്തിന് മാത്രമേ ബാധിക്കുള്ളൂ. ചില തിന്മകൾ അങ്ങനെയാണ്. നമ്മളിപ്പോ ദുർധാരണ വെക്കുന്ന ഒരാളെ കുറിച്ച്, അത് വെക്കുന്ന ആൾക്കൊന്നുമില്ല, ഒരു ചുക്കുമില്ല. വാസ്തവത്തിൽ അയാളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നന്മയായിട്ട് ബാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ, നാളെ മഹ്ശറയിൽ നമ്മളൊരാളെ കുറിച്ച് ദുർധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെ കുറിച്ചൊരു അപരാധം നമ്മൾ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു നന്മ അയാൾക്ക് കിട്ടും. ഒരാളെ കുറിച്ചൊരു ഗീബത്ത് പറഞ്ഞാൽ ആ ഗീബത്ത് പറഞ്ഞ ആളുടെ ഒരു നന്മ പറയപ്പെട്ട ആൾക്ക് നാളെ മഹ്ശറിൽ അല്ലാഹു കൊടുക്കും. ഇവൻ അറിയാതെ ചോർന്നു പോകുന്നുണ്ടാവും, പക്ഷെ മറ്റാളാരെയും ബാധിക്കില്ല.
ഇനി അതിൽ നമ്മൾ 38 തിന്മകളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അതിന് ക്ലാസ് കേൾക്കണം, അതെനിക്ക് ആവർത്തിക്കാൻ നിർത്തിയില്ല. 38 തിന്മകൾ ഇന്നതായിരുന്നു, നമ്മളെ വ്യക്തിപരമായി നമ്മളെ മാത്രം ബാധിക്കുന്ന, സ്വന്തത്തെ മാത്രം ബാധിക്കുന്നതും മറ്റാരെയും ബാധിക്കാത്തതും. അതിനുശേഷം മലക്കുകളെ ബാധിക്കുന്ന, നമ്മളെയും ബാധിക്കും, അത് മലക്കുകളെയും ബാധിക്കും. മലക്കുകളെ ബാധിക്കുമ്പോൾ നമ്മളെ വളരെ ശക്തമായി ബാധിക്കും. അത്തരത്തിലുള്ള തിന്മകളുണ്ട്. അതിന് സാധാരണഗതിയിൽ മനസ്സിലാക്കാവുന്ന 2 തിന്മകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒന്ന്, ആവശ്യമില്ലാതെ നായിനെ വളർത്തൽ. അത് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ മലക്ക് വരൂല എന്നാണ്. അവർക്ക് റഹ്മത്തിന് മലക്കുണ്ടാവില്ല. ആവശ്യമില്ല നായിനെ വളർത്താൻ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് പ്രധാനപ്പെട്ട ഒന്നിനെടുത്ത് പറഞ്ഞെന്നുള്ള ആവശ്യമില്ലാതെ ഒന്നിനും വളർത്താൻ പാടില്ല. നമ്മളെ വിനോദം ഒരു പക്ഷിയെയോ അല്ലെങ്കിൽ വേറെന്തിനേലും ഇട്ട് ഇടങ്ങാറാക്കാനുള്ളതല്ല. പക്ഷെ മലക്കുകളുടെ കാര്യത്തിൽ നായിനെ വളർത്തൽ മലക്കിനെ കളയുന്ന ഒന്നാണ്. നായിനെ വളർത്തുക എന്നുള്ള ഒന്നതിന്റെ ആന്തരിക അർത്ഥമുണ്ട്. നായിനെ പോലുള്ള സ്വഭാവമുള്ള ആളടുത്തേക്ക് മലക്കല്ലാന്റെ റഹ്മത്തിന് മലക്ക് വരില്ല. മനസ്സിൽ പകവെച്ച് നടക്കുന്ന ആള്, അതല്ലെങ്കിൽ ഏതിനെയും കണ്ണിന് ചെറുപ്പമായി കാണുന്ന, ആന വരികയാണെങ്കിൽ ഒന്ന് കുരക്കുന്ന, ഏതിനെയും ചെറുപ്പമായി കാണുന്ന, കണ്ണിന് ചെറുപ്പമുള്ള ആളുകൾ കരണ്ട് ഉണ്ടാവില്ല. അതിന്റെ ആന്തരിക അർത്ഥമാണ്. പക്ഷെ ബാഹ്യമായിട്ട് തന്നെ വേട്ടക്കോ അതല്ലെങ്കിൽ സംരക്ഷണത്തിനോ അല്ലാതെ നായിനെ വളർത്തുന്ന വീടുകളിൽ അള്ളാഹുവിന്റെ മലക്കൾ, റഹ്മത്തിന്റെ മലക്കൾ ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിന്റെ സയന്റിഫിക്കൽ വശം മറ്റു കാര്യങ്ങളൊക്കെ ഖലീലുസ്താനി ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ദുർഗന്ധം വമിക്കുന്ന നിലയിൽ നടക്കുന്ന ആളുകളുടെ അടുത്തേക്കും മലക്കൾ വരുന്നില്ല. അത് വീടി വലിക്കുന്നതാണെങ്കിലും വേണ്ടില്ല, ഉള്ളി തിന്നുന്നതാണെങ്കിലും വേണ്ടില്ല. ദുർഗന്ധം വമിക്കുന്ന ആളുകൾ, ഇത് ഞാൻ രണ്ടും എടുത്ത് പറഞ്ഞ ഖലീലുസ്താനി പറഞ്ഞ വാക്കുകളാണ്, എൻ്റെ വകയല്ല. ഞാൻ അധികവും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ആരെയും വേദനിപ്പിച്ചു പോകരുത് എന്ന് കരുതി ശ്രമിച്ചാലും സാനി എവിടെങ്കിലും പറഞ്ഞത് വായിച്ച് വായിൽ വന്നു പോകും. അപ്പൊ അതുകൊണ്ട് അതായത് മറ്റുള്ളവർക്ക് ശല്യം ചെയ്യുന്ന, സൃഷ്ടികൾക്ക് ശല്യം ചെയ്യുന്ന, അപ്പൊ ചില ആളുകൾക്ക് അതുകൊണ്ട് ശല്യം ചെയ്യുന്ന ഇത്ര പ്രശ്നമാണെന്ന് ചോദിക്കുന്നത്, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ മറ്റുള്ളവരെ ശല്യം ചെയ്യുന്ന, ദുർഗന്ധം വമിക്കുന്ന വാടകൾ, നാറ്റം രണ്ടും പറയും. അത് രണ്ടും തെക്കും വടക്കും രണ്ടാണ് പറയുന്നത്. വാട വരുന്ന എന്ന് തെക്കോട്ട് പറഞ്ഞാൽ, വടക്കോട്ട് പറയുമ്പോൾ നാറ്റം വരുന്ന, ഈ 2 വിധത്തിൽ ഉള്ള സ്ഥലത്ത് അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കില്ല. ഇനി ബാധിക്കുന്നത് മറ്റ് സൃഷ്ടികളെയാണ്. അതായത് നമ്മൾ വളർത്തുന്ന, അപ്പൊ ഇവിടെ ആരും മൃഗത്തെ വളർത്തുന്നില്ല എന്ന് വിചാരിച്ചിടങ്ങാറാണ്ട, ഇവിടുന്ന് പോയാൽ തുടങ്ങും. പിന്നെ വേറെ പണിയൊന്നും ഉണ്ടാവില്ല. അധികം റിട്ടയർഡ് ലൈഫിൽ പിന്നെ അധികം ബ്ലൂബേർഡും മറ്റു കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പം മൃഗങ്ങളെ വളർത്തുമ്പോൾ ഉണ്ടാകാവുന്ന തിന്മകൾ: ഭക്ഷണം കൊടുക്കാതിരിക്കുക, രോഗം വന്നാൽ ചികിത്സിക്കാതിരിക്കുക, അവരുടെ അംഗങ്ങൾ കട്ട് ചെയ്യുക. അത് ഞങ്ങളാരും വെറുതെ കട്ട് ചെയ്യും, അല്ലെ നായിന് ശൗര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെവി കട്ട് കളയും, അല്ലെങ്കിൽ വാലിന്റെ കുറ്റി മുറിച്ച് കളയും. ഇതേപോലെ തന്നെ ചിലതിന് അടയാളം വെക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യും. പക്ഷിയുടെ ചിറക് പകുതി കട്ട് ചെയ്യും, കാരണം പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കോഴി പറക്കാതിരിക്കാൻ വേണ്ടി ചിറക് കെട്ടുന്നവരുണ്ട്. പിന്നെ ഓടാതിരിക്കാൻ വേണ്ടി കാലിൽ നമ്മളോട് പറയും മുട്ടി കെട്ടി തൂക്കുക എന്ന് പറയും. ഒരു മരത്തിന്റെ തടിക്കഷ്ണം കാലിന്റെ മുമ്പിൽ കെട്ടി തൂക്കുക, ഓടുമ്പോഴതിന്റെ കാല് മുട്ടും. അപ്പോൾ അത് ഓടാതിരിക്കാൻ വേണ്ടി, അതിന് ആ വേദന സഹിച്ചുകൊണ്ട് നടക്കണം. അതേപോലെ ഭക്ഷണം എത്രയാണോ ജോലി ചെയ്യുന്നത് അതിനനുസരിച്ച് ഭക്ഷണം കൊടുക്കാതിരിക്കുക. പിന്നെ ചാവാനാവുമ്പോൾ അറക്കാൻ കൊടുക്കുക. അതിന് ചികിത്സിച്ച് അതിനെ നല്ല നിലക്ക് കൊണ്ടു നടക്കുക, പക്ഷെ അതിനെ പിടിച്ച് അറക്കുക. ഇത്തരത്തിലുള്ള തിന്മകളെ കുറിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അത് എണ്ണി പറഞ്ഞു എന്ന ഓർമ്മയിലാണ് ഞാൻ ഇനി അങ്ങോട്ട് നീങ്ങുന്നത്. മൃഗങ്ങളോട് ചെയ്യേണ്ട കടമകൾ നിർവഹിക്കാതിരിക്കുന്നത്. ഇനി പറയാനുള്ളത് സാമുദായിക തിന്മകളാണ്. അത് വളരെ സുപ്രധാനങ്ങളായിട്ടുള്ള കാര്യവുമാണ്. സാമുദായികമായ തിന്മകളിൽ ഒന്ന് ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നത് ഫഹ്ഷിക്ക് ഇഷാഅത്ത്. അതായത് നിഷിദ്ധ കാര്യങ്ങളെക്കുറിച്ച്, തിന്മകളെക്കുറിച്ച് പ്രചരിപ്പിക്കുക. അതെങ്ങനെയാണ് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഒരാളെ പറയാണ് ഇന്ന ആള് ഭയങ്കര കള്ളനാണ്,
ഇയാൾ നുണയെ പറയുള്ളൂ എന്ന് പ്രചരിപ്പിക്കുക. അത് സമുദായത്തിൽ ഒരാൾ കളവ് പറയുന്നുണ്ടെങ്കിൽ ഇന്ന ആൾ ഇന്ന തെറ്റ് ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക. അയാൾ സ്വന്തത്തെ നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ സമുദായത്തെ നശിപ്പിക്കുന്നുണ്ട്. വ്യക്തികളെ മാത്രമല്ല, മുഴുവൻ സമുദായം. ആരെക്കുറിച്ച് പറയുന്നു അയാളെ മാത്രമല്ല, ഇത് കേൾക്കുന്ന സമുദായത്തെ മുഴുവൻ നശിപ്പിക്കുന്നവരാണത്. അതിന് കാരണം ഒരാള് വൃത്തികേടുകൾ, അത് സാധാരണ തിന്മകളല്ല, വൃത്തികെട്ട തിന്മകളെ കുറിച്ച്, അത് സാധാരണ പറയാനല്ല, നമ്മളിപ്പോൾ അയാൾ കളവ് പറയുന്ന ആളാണെന്ന് പറയുമ്പോൾ സമുദായത്തിൽ കളവ് പറയുന്ന വേറെ കുറെ ആൾക്കാരുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും കളവ് പറയുന്നത് ഇന്ന ആൾക്കാരൊക്കെ പറയുമെങ്കിൽ നമുക്കും പറയാലോ. ആ കളവിന്റെ വില പോകും, അങ്ങനെ കളവ് പ്രചരിച്ചുകൊണ്ടിരിക്കും, കൂടുതൽ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കും. നബി തിരുമേനി പറഞ്ഞു, മൻ ഖാല ഹലക്കൽ ഖൗമു ഖദ് അഹ്ലക്കഹും. ആരെങ്കിലും ഒരാൾ പറയാണ് സമുദായം നശിച്ചു എന്ന് പറഞ്ഞാൽ അവൻ അതിനെ നശിപ്പിക്കുന്നവനാണ്. സാന്ദർഭികമായ ഒരു കാര്യം പറയട്ടെ, കുട്ടികളോട് നമ്മൾ ഒരിക്കലും നീ നശിച്ചു, നീ കേടുവന്നവനാണ്, നീ മോശപ്പെട്ടവനാണെന്ന് പറഞ്ഞു പോയത്. അതവരെ നശിപ്പിക്കുന്നവരാണെന്നും ഹദീസിലുണ്ട്. സാധാരണ കുട്ടികളോട് നീ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറയാറുണ്ട്, സാധാരണ ദേഷ്യം പിടിച്ച്. അത് അവരെ നശിപ്പിച്ച് കളയുമെന്ന്, അത് മലക്കുകളുടെ സാന്നിധ്യം കൂടി അതിന്റെ കൂടെ വിവരിച്ചുകൊണ്ടാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇക്കാര്യം വിവരിച്ചിട്ടുള്ളത്. അതിന്റെ ആത്മീയ വശം കൂടി വിവരിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇടയിൽ സാന്ദർഭികമായി ഓർത്തു എന്നുള്ളൂ. പക്ഷേ ഇവിടെ അത് എപ്പോഴും കമ്പയർ ചെയ്യുന്ന സ്വഭാവമുണ്ടോ, മറ്റവൻ അങ്ങനെയാണ് നീ എത്ര മോശമാണെന്നത്. പ്രത്യേകിച്ച് സ്കൂളിൽ മാർക്കില്ലെങ്കിൽ ഉമ്മാക്ക് മാർക്കില്ലാത്ത മാതിരി തോന്നും, അല്ലെങ്കിൽ ഉപ്പാക്ക് മാർക്കില്ലാത്ത പോലെ തോന്നും. അപ്പോൾ അതിന് പറയലെന്താ വെച്ചാൽ മറ്റവനും ഇങ്ങനെ ഉണ്ട്, ഇവന് മറ്റവനുണ്ടെന്ന്. അവൻ എന്തുകൊണ്ടായിക്കോട്ടെ, നിനക്കുള്ള കഴിവ് ഇന്നതാണ്, നിനക്ക് കഴിവുള്ളത് കൊണ്ട് നിനക്ക് പഠിക്കാമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അതിന് ഇവൻ മോശക്കാരനാണെന്ന് പറഞ്ഞിട്ട് അവനെ തരം താഴ്ത്തി കളയുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഒരിക്കലും രണ്ടാളെ മുമ്പിൽ അവന്റെ കുറ്റം പറയരുത് എന്നാണ് ഖലീഫത്ത് മസീഹ് സാനിയുടെ നിർദ്ദേശം. രണ്ടാളുടെ മുമ്പിൽ അവന്റെ കുറ്റം പറയരുത്. അങ്ങനെ പറയണമെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് പിടിച്ച് പറയാം. അതാണ് ഭയങ്കരമായിട്ട് ഞാനൊക്കിത് അനുഭവിച്ചിട്ടുള്ളതാണ്. ഇഷ്ടംപോലെ സ്റ്റുഡൻസിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ക്ലാസ്സിലിട്ടൊരു ചീത്ത പറഞ്ഞാൽ സങ്കടപ്പെട്ട് കരയും, അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യം പിടിക്കും. നല്ലവനാണെങ്കിൽ സങ്കടപ്പെട്ട് കരയും, അല്ലാത്തവനാണെങ്കിൽ നമ്മളോട് ദേഷ്യം പിടിക്കും. വേറെ കാര്യമൊന്നുമില്ല. അതേ സമയത്ത് ചിലപ്പോൾ വേറെ വീട്ടിൽ നിന്നും പ്രഷറാണ്, ക്ലാസ്സിൽ വരാതെ കഴിയില്ല എന്നുള്ള പ്രഷർ ഉണ്ടെങ്കിൽ മാത്രം തൽക്കാലം രക്ഷപ്പെടാൻ പഠിക്കും. പക്ഷെ പിറ്റേന്ന് അവന് ഓർമ്മയുണ്ടാവില്ല. അതേസമയത്ത് ഒറ്റക്കാരൻ്റെ ചവിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയ ഒരു മാറ്റം ഉണ്ടാവും. നമുക്ക് വേണ്ടതും അതാണല്ലോ, വേറെ ഒന്നും ആവശ്യം നമുക്കില്ലല്ലോ. തൽക്കാലം തിരിച്ചു വരാം. പാപങ്ങളെ പറഞ്ഞു പരത്തുന്ന ആള് ആ സാമുദായികമായി തിന്മ ചെയ്യുന്ന ആളാണ്. അതിനെക്കുറിച്ച് ഖലീഫത്ത് മസീഹ് സാനി പറയുന്നു, മേരെ നസ്ദീഖ് ഫഹ്ഷ് കി ഇഷാദ് ഖുദ്കുശി ഹെ. എൻ്റെ വീക്ഷണത്തിൽ വൃത്തികേടുകൾ പറഞ്ഞു പരത്തുക എന്നുള്ളത് ഖുദ്കുശി, ആത്മഹത്യയാകുന്നു. അതായത് സമുദായത്തെ നശിപ്പിക്കുമ്പോൾ അയാളും നശിക്കും, സ്വന്തം സമുദായത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ അയാളും നശിച്ചു പോകും. രണ്ടാമത്തേത് നഫ്സാനിയത്ത്. അതായത് സ്വന്തം കാര്യം സിന്ദാബാദ് സാധാരണ പറയുന്നൊരു കാര്യമാണ്. അതായത് സമുദായത്തിന്റെ ഒരു പ്രശ്നം നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്റെ വ്യക്തിപരമായ പ്രശ്നം വന്ന് മുട്ടിയാൽ അത് ഒഴിവാക്കുക. സമുദായത്തിന്റെ മൊത്തത്തിലുള്ള താല്പര്യത്തിൽ ഇപ്പോൾ ഒരു വഴി വരുന്നു, അവിടെ സമുദായത്തിന് മുഴുവൻ ആവശ്യമുള്ളൊരു വഴിയാണ്. അപ്പോൾ അവിടെ വഴി പോയാൽ എനിക്കൊരു അടി സ്ഥലം പോവും. ഈ പ്രശ്നത്തിന് തടസ്സം നിൽക്കുക. ഇപ്പോഴത്തെ കാലത്ത് പലയിടത്തും പുരോഗതിക്ക് കൊണ്ടുവെക്കൽ ഇങ്ങനെയാണ്. ഈ പാതയോര ദൈവങ്ങളെ കൊണ്ടുപോയിട്ട് പല സ്ഥലത്തും NH വരുന്ന സ്ഥലമായിരിക്കും, പക്ഷേ അതിൻ്റെ നടുവിലൊരു ദൈവം തൃശൂലം കുത്തി പൊക്കിയിട്ടുണ്ടാവും. അത് കാരണം മുഴുവൻ സമുദായത്തിൽ നശിപ്പിച്ചാണ്. അതേപോലെ നമ്മുടെ ജമാഅത്തിയായിട്ടൊരു പ്രവർത്തനം നടക്കുക. അപ്പോൾ എനിക്കതിന് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അത് വേണ്ട. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ സാമുദായിക പ്രശ്നങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ, വ്യക്തിപരമായ ഒരു കാരണത്താൽ ജമാഅത്തിയായ പ്രവർത്തനത്തെ അല്ലെങ്കിൽ സാമുദായികമായ പ്രവർത്തനത്തെ, കുടുംബപരമായ പ്രവർത്തനത്തെ നശിപ്പിക്കുന്ന സ്വഭാവം, ഇത് പാപമാണ്. ഇതിൻ്റെയൊക്കെ പരിണിതികളും കൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അതിപ്പോ സാധിക്കില്ല, ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്താവാം. ഫിസ്ഖോ ഫുജൂർ, അതായത് ഫിസ്ഖോ ഫുജൂർ എന്നുള്ളതിന്റെ ഉദ്ദേശം തിന്മകൾ ഉണ്ടാവും. പക്ഷെ തിന്മകൾ സാധാരണ ആരെങ്കിലും ഒക്കെ അറിയാതെ ഉള്ളുന്നോ മറന്നൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ കള്ളു കുടിക്കുമ്പോൾ ഓപ്പണായിട്ട് കുടിക്കുക,
അതിലെന്താ പ്രശ്നം? അതേപോലെ പിന്നെ ചില ജോലികളുണ്ടാവും, അത് ഓപ്പണായിട്ട് ചെയ്യാം. അതായത് നിഷിദ്ധമായിട്ടുള്ള സംഗതി, പന്നി മാംസത്തിന് കച്ചവടം ചെയ്യാം, അതേപോലെയുള്ള കാര്യങ്ങൾ തുറന്ന് തെറ്റ് ചെയ്യാൻ പാടുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇത് തുറന്ന് ചെയ്യുമ്പോൾ അവൻ സാമൂഹ്യമായ തിന്മയാണ് ചെയ്യുന്നത്. ഓപ്പണായിട്ട് ചെയ്യുമ്പോൾ സ്വതന്ത്രമായിട്ട് അത് ആരും വകവെക്കേണ്ടതില്ല എന്ന നിലയിൽ. സാമുദായികമായിട്ടുള്ള കടമകളുണ്ട് നമുക്ക്, അത് ചെയ്യുന്നതിൽ മടി കാണിക്കുക. ചില കടമകൾ സമൂഹത്തിൻ്റെതായിട്ട് നമ്മുടെ മേലുണ്ടാവും, അത് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ മാറി നിൽക്കുക. ഒരു വക്കാറാമൽ നടക്കുന്നു, അത് അവർ ചെയ്തോളൂ, നമുക്കെന്താ പ്രശ്നം എന്നുള്ളത് നമ്മൾ മാറിക്കുക. അതേപോലെ സാമുദായികമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് സമുദായത്തിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് പിന്നെ ഉറുദുവിൽ കിസക്കിനാന്ന് പറയും. അതായത് പിന്നെ ഊരുക, അങ്ങനെ പല വിധത്തിലുള്ള ഇതൊക്കെ മുങ്ങുക, ഇങ്ങനെ പല നാടൻ പ്രയോഗങ്ങൾ അതിനുണ്ട്. അത് പാപമാണ്. മക്കളുടെ തെർബിയത്ത് ചെയ്യാതിരിക്കുക, ഇതും സാമുദായികമായ തിന്മയാണ്. മക്കളെ കയറൂരി വിടുന്ന ആൾക്കാരുണ്ട്, അവർക്ക് പ്രശ്നമില്ല, അവനെ കൊണ്ടാണ് ഏറ്റവും വലിയ ശല്യം. അവനോ പ്രശ്നക്കാരനാണ്, ഈ അവൻ്റെ ഖലീഫമാരെ നിർത്തിയിട്ടാണോ പോവുക. ഇവിടുന്ന് പണി കഴിഞ്ഞ് പോയാലും ബാക്കി അവൻ്റെ ഖലീഫമാരുണ്ടാവും ഇവിടെ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു കുരുത്തം കെട്ട ഒരുത്തൻ സമൂഹത്തിന് തിന്മ ചെയ്യുമ്പോൾ ആൾക്കാരെന്താ വിചാരിക്കുക? ഇവൻ ചെയ്തു എന്നല്ല, ഇവൻ്റെ വാപ്പാന ഉൾപ്പെടെ ഓർക്കും. ആ വിധത്തിലുള്ള കയറൂരി വിട്ട് കുട്ടികൾ എന്തോ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാൽ അവന്റെ മക്കളെ കാര്യത്തിൽ അവൻ ചെയ്യാത്തതിന് അവന് കിട്ടുന്നത് വേറെ കിട്ടും. പക്ഷെ സാമൂഹ്യമായൊരു തിന്മയാണ് അവൻ ചെയ്യുന്നത്, അതിനും അവൻ പിടിക്കപ്പെടും. മക്കളെ വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുക, അതും സാമൂഹ്യമായ തിന്മയാണ്. കാരണം സമൂഹത്തിന് ഭാരം ഉണ്ടാക്കും. ഇക്കാര്യത്തിൽ നമ്മളുടെ എത്രയാണോ നമുക്ക്, ഞാൻ സാധാരണ പറയാറുണ്ട്, കൈകൊണ്ട് വെച്ചടക്കാൻ കഴിയില്ല, മൂക്ക് വെച്ച് അടച്ചുള്ള ഓട്ടാണ്. അത് അത്രയും നമ്മളെ കൊണ്ട് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഏറ്റവും അങ്ങറ്റത്ത പോയിന്റ് വരെയും നമ്മൾ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ സാമൂഹ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കടമ നിർവഹിക്കാതിരിക്കും. ഖലീഫത്ത് മസീഹ് സാനി റളിയല്ലാഹു തആല തഹ്രീക്ക് ജദീദിന്റെ ആഹ്വാനം ചെയ്യുമ്പോൾ എല്ലാ ചെലവും ചുരുക്കാൻ പറഞ്ഞു. ഏതുവരെ എന്നാൽ കല്യാണത്തിന് ആഭരണം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. കുറച്ചു കാലത്തിന് ആഭരണം ഉണ്ടാക്കാൻ പാടില്ല. അത്യാവശ്യത്തിന് കാതിലോ കഴുത്തിലോ ആഭരണം ഉണ്ടാക്കാൻ, അതിന്റെ മേലെ ഒരാഭരണം ഉണ്ടാക്കരുതെന്ന് സാനി പറഞ്ഞു. ജമാഅത്ത് 16 വർഷം അത് പാലിക്കും ചെയ്തു. അതിനുശേഷം പിന്നെ ആഭരണത്തിനുള്ള അനുവാദം കൊടുത്തത്. പക്ഷെ ആ സമയത്തും വിദ്യാഭ്യാസത്തിൽ കുറവ് വരുത്താൻ എനിക്ക് അധികാരമില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അതിന് ചെലവാക്കാൻ, തുറന്ന് ചെലവാക്കാൻ തന്നെ പറഞ്ഞു. അത് അനാവശ്യമായിട്ടുള്ള ചെലവുകളല്ല, ആവശ്യത്തിന് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും ചെലവാക്കാതിരിക്കരുത് എന്ന് പറഞ്ഞു. ഇന്നും അഹമ്മദിയ ജമാഅത്ത് ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന ബജറ്റിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. ഇന്ത്യയുടെ ബജറ്റാവട്ടെ മറ്റു രാജ്യങ്ങളുടെ ബജറ്റാവട്ടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത്. മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള സമുദായം ലോകത്ത് അഹമ്മദികളാണ് താനും. വിദ്യാഭ്യാസപരമായിട്ട് ഏറ്റവും ഉയർന്ന നിലയിലെത്തിയ മുസ്ലിം പേഴ്സണാലിറ്റികളും അഹമ്മദികളുടേതാണ്. അതുകൊണ്ട് ഇക്കാര്യം നമ്മൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ സാമൂഹ്യമായ തിന്മ എന്നതിലുപരി ഉയർന്നു നിൽക്കുന്ന ഒരു സമുദായത്തിന് ഒരു കളങ്കം കൂടി ആയി മാറുകയാണ് നമ്മൾ ചെയ്യുക. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അറിവില്ലാത്ത ആളുകൾ, അതിനാവശ്യമായ കരിയറുകൾ, അതിനാവശ്യമായ പഠനങ്ങൾ മക്കളെ എങ്ങനെ, ഏത് വിധത്തിൽ, ഏത് നിലയിൽ കൊണ്ടുപോകണമെന്ന് അറിയുന്നവരോട് ചോദിച്ച് അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്യണം. പലപ്പോഴും മാതാപിതാക്കൾക്കും അറിവുണ്ടാവില്ല, മക്കൾക്കും അറിവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ജമാഅത്തിനുള്ള സിസ്റ്റം പിന്നെ ലീവ് വരുന്ന സമയത്ത് അടുത്ത ഉപരിപഠനത്തിനുള്ള കരിയർ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. അവർക്ക് വേണ്ട പഠനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളും അതിന് സാഹചര്യങ്ങളും ഒരുക്കാറുണ്ട്. ഇത്തരണത്തിൽ ഒന്നുകൂടെ പറയാനുള്ളത്, എലിജിബിൾ ആണെങ്കിൽ ലോകത്ത് ഏത് യൂണിവേഴ്സിറ്റിയിൽ എവിടെ പോയി പഠിക്കുവാനുള്ള സംവിധാനം അഹമ്മദി ജമാഅത്തിനുണ്ട്. എലിജിബിൾ ആയിരിക്കണം എന്നുള്ള സ്റ്റുഡൻറ്. അവന് കഴിവില്ലാത്തത് കൊണ്ടോ അവന് പ്രശ്നങ്ങളുള്ളതുകൊണ്ടല്ല, ലോകത്ത് എവിടെ പോകാനും ഖലീഫത്തുൽ മസീഹ് നേരിട്ട് ഏറ്റെടുത്താണ്. അതിന് ഞാൻ സ്വന്തം ചെലവ് ചെയ്യുന്നു ഹുസൂർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും വലിയൊരു സംഗതി ആയതുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക. ഇപ്പോൾ സ്കൂളിൽ പോട്ടെ പഠിക്കട്ടെ എന്നല്ല,
ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം ജോലിയുള്ളവരെ കുറിച്ചല്ലേ പറയാം, ജോലി ഇല്ലാത്ത ഒരാളാണെങ്കിൽ. ജോലിയുള്ള ആളാണെന്ന് വെച്ചാൽ ഇന്ന് രക്ഷപ്പെടുന്നതല്ല. ഒരു കുട്ടിയുടെ പഠനം അതെന്ത് പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു എന്ന് നോക്കാൻ കഴിഞ്ഞിട്ടില്ലേ വേറെ എന്താ കഴിയുക? വാപ്പാനെ സംബന്ധിച്ച് ചിലപ്പോൾ പുറത്ത് രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന ആളായിരിക്കും. പക്ഷെ ഈ കുട്ടിയുടെ ഓരോ കാര്യത്തെക്കുറിച്ചും വ്യക്തമായിട്ട് അത് വാപ്പാനെ ഒഴിവാക്കുന്നു എന്ന് നിങ്ങൾ കരുതരുത്. സാധാരണഗതിയിൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് അതിനെ സ്നേഹത്തിൽ, അല്ലാതെ വടിയും പറയെടുത്തിട്ടല്ല, സ്നേഹത്തിലും അതിനെ പഠിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി. ചില ആളുകൾ പിന്നെ ഇറച്ചിക്കോഴി വളർത്തുമ്പോൾ വളർത്തുന്ന ആൾക്കാരുണ്ട്, തീറ്റ കൊടുത്ത് ഇളകാനും അറിയാനും പറ്റാതെ പുസ്തകപ്പുഴാക്കി മാറ്റാം. അതല്ല ഞാൻ പറയുന്നത്. എന്താണോ പഠിക്കുന്നത് പഠിക്കുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾക്ക് അറിഞ്ഞിരിക്കണം. അതിനേറ്റവും നന്നായിട്ട് സഹായിക്കാൻ പറ്റിയ മാതാവിന് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിതാവിന് കഴിയുള്ളൂ. അറിവിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ പിതാവിന് അധികം ഉണ്ടെങ്കിലും അതിലൊരു പാലമായി നിൽക്കാൻ കഴിയും. പഠിക്കുന്ന കാര്യത്തിൽ അത് സാമൂഹ്യമായ തിന്മയായിട്ടാണ് കാണേണ്ടത്. അതിന് അഹമ്മദിയ ജമാഅത്ത് വലിയൊരു ഉയർന്ന ഒരു സമുദായത്തിനുള്ള കളങ്കമായിട്ടും നമ്മൾ വരാൻ പാടില്ല. അക്കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന് ഗലാസത്ത് അഥവാ വൃത്തികേട്. വൃത്തികേട് എന്ന് പറഞ്ഞാൽ ശാരീരികമായ വൃത്തികേട്. അതിനെക്കുറിച്ച് നേരത്തെ 2 ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. കുട്ടികളെ വളർത്തുന്ന കാര്യത്തിലും മറ്റൊന്നും അത് നമ്മളും വൃത്തികെട്ട നിലയിൽ നടക്കരുത്, മക്കളെയും വൃത്തികെട്ട നിലയിൽ നടക്കാൻ പാടില്ല. വിയർത്ത് കുളിക്കാത്ത നിലയിലും. കുളിക്കേണ്ട സമയം വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കുളിച്ചു എന്ന് വിചാരിച്ചിട്ട് വേറൊന്നുമില്ല കുളിച്ചാല്. വെള്ളം അവിടെ ഉണ്ടെങ്കിൽ കുളിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. രാവിലെ കുളിച്ച് ഇനിയിപ്പോൾ നാളെ രാവിലെ കുളിക്കാൻ പറ്റുള്ളൂ നിർബന്ധമൊന്നുമില്ല. വയറ്റിന് കേടൊന്നും പിടിക്കുന്ന സാധനമൊന്നുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു കാര്യം എൻ്റെ ഇടയിൽ പറയാനുള്ളത്, കുളിക്കണ സുന്നത്ത് ഞാൻ ഒരിക്കലും കുട്ടികളോട് പറയുമ്പോൾ എങ്ങനെയാണ് കുളിക്കലെന്ന് വെച്ചാൽ പറഞ്ഞ് ആദ്യം അവർ കുളിക്കുന്ന ഒരു രംഗം പറയിച്ചാണ്. പലപ്പോഴും ചെയ്യുന്ന ഒരു സംഭവമാണ്, ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ചെയ്യാറുള്ളതാണ്. കുളിക്കുന്ന സുന്നത്ത് ആദ്യം ഒളു ചെയ്യുക. അതിന് മുമ്പ് ശൗചം ചെയ്യലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒളു ചെയ്യാം. ഒളു ചെയ്തിട്ട് വെള്ളം കയ്യിലെടുത്ത് തല നനക്കുക എന്നുള്ളതാണ്. തലയുടെ മുടിയുടെ താഴെയുള്ള അതിൻ്റെ ചർമ്മം നനയുന്നത് വരെ കൈകൊണ്ട് നനക്കുക. അതിനുശേഷം തലയിലൂടെ വെള്ളം ഒഴിക്കുക. അപ്പോൾ ചിലപ്പോൾ പറയും പെൺകുട്ടികളൊക്കെ തലമുടി ആദ്യം നനച്ചാലും ജലദോഷം പിടിക്കുന്ന പറയും. അത് വെള്ളത്തിൽ കളിക്കാൻ വിടായിരുന്നാണ്. അത് തല നനച്ച് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ബാക്കി 3 പ്രാവശ്യം വെള്ളം ഒഴിക്കുക. അതിനുശേഷം അങ്ങനെയാണ് കുളിയുടെ സുന്നത്ത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു തന്ന സുന്നത്ത്. വെറുതെ കിട്ടണം, ഏതായാലും കുളിക്കണം, കൂട്ടത്തിൽ സുന്നത്തൂടി എടുക്കാമല്ലോ, അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. നഗ്നമായിട്ട് കുളിക്കാനും പാടില്ല, എന്തെങ്കിലും ഒരു തുണ്ടെങ്കിലും കെട്ടിയിരിക്കണം എന്നുള്ളതും സുന്നത്താണ്. അപ്പോൾ ഇത് ഇടയിൽ പറഞ്ഞു എന്നുള്ളൂ. പക്ഷേ വൃത്തികെട്ട് നടക്കുക എന്നുള്ളത് സാമൂഹ്യമായ തിന്മയാണ്. നാറിയ ഷോക്സ് അടങ്ങാറ്. ഇപ്പം കാതിലൊക്കെ പോകുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. സുജൂദ് ചെയ്തിട്ട് നീച്ച ഓടുന്നതാണ് ഓരോരുത്തർ. സംഗതി പിന്നെ അവിടെ സുജൂദ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുപോലെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ആരോ ഷോക്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കഥ പറയാറുണ്ട്. ആളെ പേര് പറഞ്ഞാൽ പിന്നെ അതിനേക്കാണ് പ്രശ്നം ചെത്തിയാൽ കാര്യം പറയാം. അതുപോലെ തന്നെ സുഹൃത്താണ് അവനോട് ഒരു ബർത്ത്ഡേ വന്നപ്പോൾ ഷോക്സ് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പൈസയൊക്കെ പിരിച്ചിട്ട് ഷോക്സ് കൊടുത്തതാണ്. അപ്പോൾ ഇയാൾ പൊതുവേ വൃത്തികേടായി നടക്കുന്നതുകൊണ്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്ത് പിറ്റേന്ന് വന്ന് നോക്കുമ്പോൾ മണക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളോട് ഇന്നലെ പൈസ കൂടി പിരിച്ച് നിങ്ങൾക്ക് ഷോക്സ് വാങ്ങി തന്നിട്ട് നിങ്ങളെന്താ മാറ്റാവുന്നത്? അത് നിങ്ങൾ പറയുന്നത് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ആ ഷോക്സ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് എടുത്ത് കാണിച്ചു കൊടുത്തതാണ്. ഇന്നലെ ഇട്ടേ കൊടുത്തിട്ടുണ്ട്, ഞാൻ കാലമ പുതിയ വെച്ചിട്ടുണ്ട്, പക്ഷെ നിലട്ടെ കയ്യിൽ കണ്ട് നിങ്ങൾ മാറ്റൂല എന്ന് പറയുന്നു പേടിച്ചിട്ട് അത് തെളിവിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഇത് സ്വഭാവമായി മാറിയാൽ പിന്നെ അത് പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് പ്രശ്നമല്ല, മറ്റൊരു പ്രശ്നം ഉണ്ടാവുള്ളൂ. അത് സാമൂഹ്യമായിട്ടുള്ള തിന്മയാണ്. മറ്റൊന്ന് ജിമ്മദാരി കേസാസ് കഫുഖ്ദാൻ. ഒരാള് തൻ്റെ മേൽ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് അവന് ഓർമ്മയില്ല നടക്കുക. തമിഴിലൊരു ചൊല്ലുണ്ട്, എരുമന്റെ മുകളിൽ മഴ പെയ്ത മാതിരി. എരുമന്റെ പുറത്ത് മഴ പെയ്ത എരുമയൊന്നും അറിയില്ല, എരുമ വാട്ടിൽ നടക്കും. അങ്ങനെ ചില ആൾക്കാർ സമൂഹത്തിൽ എന്തെന്നെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ആ മക്കൾ മരത്തുമ്പോൾ കയറിക്കോട്ടെ, മാവിലെറിഞ്ഞോട്ടെ, പിന്നെ ജനങ്ങളൊക്കെ എല്ലാം നടക്കുന്നുണ്ട്, നമുക്കെന്താ പ്രശ്നം? അങ്ങനെ നടക്കുന്നതും സാമൂഹ്യമായിട്ടുള്ള തിന്മയാണ്. അവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടെന്താന്ന് വെച്ചാൽ
സാധാരണ ഓരോരുത്തർ പണിയെടുക്കുന്നവനും കൂടി പണിയെടുക്കാതെ ഇവനെ കണ്ടിട്ട് ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നടക്കുന്ന അലസമായിട്ട്, അതായത് താൻ എന്ത് സമൂഹത്തിൽ ജീവിക്കുന്ന ആ സമൂഹത്തിന്റെ ഒരു ഭാഗമായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ തൽക്കാലം മാറി നിൽക്കുക. എന്തായാലും ഇതിന് അവനെ ഇടങ്ങാറാക്കണം, നമ്മൾ ഇടങ്ങാറാവുണ്ട്. അപ്പൊ അതിന്റെ സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കാതെ നടക്കുക. അത് ഓരോന്ന് വ്യതിരിച്ച് പറയാൻ കഴിയില്ല. ഒരു ഭാരവാഹിയാണെങ്കിൽ അയാൾക്കുള്ള ഉത്തരവാദിത്തമുണ്ട്, ഭാരവാഹി അല്ലെങ്കിൽ അയാൾക്കുള്ള ഉത്തരവാദിത്തമുണ്ട്. പിന്നെ ഒരു സാധാരണ ഒരു വാപ്പയുമ്മയാണെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്, സമൂഹത്തിലൊരു നേതാവാണെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്, അയൽവാസികൾ ഹിന്ദുക്കളാണെങ്കിൽ അതോടെ നമ്മൾ കാണിക്കേണ്ട സംസ്കാരമുണ്ട്, മുസ്ലിങ്ങളാണെങ്കിൽ കാണിക്കേണ്ട സംസ്കാരമുണ്ട്. ഇതൊക്കെ എല്ലാ ഫലങ്ങളും പരാമർശിക്കുന്ന കാര്യമാണ് നമ്മളുടെ ഉത്തരവാദിത്ത ബോധം എന്നുള്ളത്. ബഗാവത്ത് വേറൊരു തിന്മ. ബഗാവത്ത് എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹം. അതിലൊരു ചെറിയ ഉദാഹരണം പറയാം. ലാഹോറിൽ നിന്ന് പെട്ടെന്ന് റബോയിലേക്ക് വരുന്ന വണ്ടിയിൽ ഹുദാമുൽ അഹമ്മദിന്റെ ഇസ്തിമ അടക്കണം. അപ്പോൾ ഉടനെ തന്നെ ഹാദിമ്യങ്ങൾ, പിന്നെ വണ്ടിയില്ല. വണ്ടി വന്ന് നോക്കുമ്പോൾ ലൈൻ വലുത്. എല്ലാവരും ഉടനെ തന്നെ ടിക്കറ്റ് വാങ്ങാതെ വണ്ടി കയറി. ലൈന് വേണ്ടി വണ്ടി വിട്ട് നമ്മളൊക്കെ സാധാരണ പെട്ടെന്ന് അടക്കണം. നമ്മളിങ്ങനെ ഫൈൻ അടക്കലാണ്. നേരെ പോയിട്ട് അങ്ങനെ പ്രശ്നം വരുമ്പോൾ ലൈൻ വിട്ട് വണ്ടി വിടാൻ പോകുന്ന ലൈനിൽ ടിക്കറ്റ് കിട്ടുന്നില്ലെങ്കിൽ നേരെ ടി ടി ഉള്ള വെച്ചാൽ അവിടെ കയറുക. പിന്നെ എന്ത് ഫൈൻ അടച്ചാൽ നമുക്ക് എത്തേണ്ടടുത്ത് എത്തും ചെയ്യാം, പ്രശ്നം തീരും ചെയ്യുമല്ലോ. അതേസമയത്ത് ഇവർ കയറിയിട്ട് ലോക്കൽ ടിക്കറ്റ് ആയിരുന്നു, ചെറിയ പൈസ 2 രൂപ എന്തോ ടിക്കറ്റായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് കൊടുക്കാതെ എല്ലാവരും ഇറങ്ങിപ്പോവുകയും ചെയ്തു. കാരണം വേറൊന്നും ചെയ്യാനുള്ള ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കാതെ കയറി ഇവിടെ വന്നിട്ടൊന്നും ചെയ്യാമല്ലോ. ഖലീഫത്ത് മസീദ് സാനി പിന്നെ അതറിഞ്ഞപ്പോൾ പറഞ്ഞു, എല്ലാവരും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ടിക്കറ്റ് വാങ്ങിയിട്ട് വന്നവരൊക്കെ പോയിട്ട് ഇപ്പം തന്നെ പോയി ടിക്കറ്റ് വാങ്ങി അത് കീറിക്കളയാൻ പറഞ്ഞു. കാരണം രാജ്യദ്രോഹമാണ്. അതേപോലെ നാട്ടിന് അപകടം ഉണ്ടാക്കുന്ന, സമൂഹത്തിന്റെ ഖജനാവിന് നഷ്ടം വരുത്തുന്ന, ഇപ്പൊ കറണ്ടിന്റെ മീറ്റർ നടക്കുന്നില്ല, നടന്നിട്ടില്ല, നമുക്ക് എന്താ പ്രശ്നം? ലാഭമാണല്ലോ. അപ്പൊ അത് ശരിയാക്കൽ നമ്മുടെ സാമൂഹികമായ തിന്മയാണ് ശരിയാക്കാതിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്ന ഒന്നും ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് എന്തെങ്കിലും വരികയാണെങ്കിൽ അത് വളരെ മോശമാണ്. ഇതേപോലെ ജമാഅത്തിന്റെ സുരക്ഷിതത്വമുണ്ട്, ഇതേപോലെ തന്നെ കുടുംബത്തിന്റെ സുരക്ഷിതത്വമുണ്ട്, നമ്മൾ ജീവിക്കുന്ന ഒരു അയൽവാസികളുടെ സുരക്ഷിതത്വമുണ്ട്. ഇവിടെയൊക്കെ ബഗാവത്ത് അഥവാ രാജ്യദ്രോഹം എന്ന നിലയിലുള്ള ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യാതിരിക്കുക. അതും തിന്മയാണ്. അതിഥി സൽക്കാരത്തിന്റെ സ്വഭാവം ഇല്ലാതിരിക്കുക. അത് ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട്. വീട്ടിലൊക്കെ ചെന്നാൽ പോകാൻ നേരത്ത് ചായ അടിച്ചിട്ട് പോകല്ലെന്ന് ചോദിക്കും. പോകുന്നവരെ പരിപാടിയൊന്നുമില്ല, പോണ നേരത്ത് ചായ അടിക്കല്ലെന്ന് ചോദിക്കുക. ആദ്യം ചെന്നാൽ അവിടെ വീട്ടിനാണ് ബോധണ്ടേ ചെന്നോടണം. ഞാനവിടെ വരുമ്പോൾ എനിക്ക് ചായ ഒന്നും തരരുത്. അത് പറയുന്നത് ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വീട്ടിൽ ചെന്നാലും ചായ കൊടുക്കണമല്ലോ, പിന്നെ വേണമെന്ന് ചോദിച്ചു കൊടുക്കുക. അതും ചെയ്യരുതെന്ന് ഖലീഫത്ത് മസീഹ് റാബി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെന്താ കൊടുക്കാൻ വിചാരിച്ച് കൊടുക്കുക. ആരാണ് ഇപ്പോൾ വന്നിട്ട് ചായ കിട്ടാത്തവനൊന്നും ഉണ്ടാവില്ല. വേണമെന്ന് ചോദിച്ചാൽ ആ വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നതാണ്. ചിലരുണ്ടാവും ഫ്രീ ആയിട്ടുള്ള, അത് വേറെയാണ്. നമ്മളുള്ള ബന്ധപ്പം എന്നൊരിക്കൽ ഒരു ജമാഅത്തിൽ നിൽക്കുമ്പോൾ എല്ലാ വീട്ടിലും ഭക്ഷണം ഏൽപ്പിച്ച് എനിക്ക്. അവസാനം ഞാൻ ജുമയിൽ പറഞ്ഞ്, ഇനി എന്നെ വീട്ടിൽ കാത്തിക്കരുത്, അകത്വാസ ജീവിതത്തിലേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് ഏത് വീട്ടിലും ഇവിടെ വന്ന് കയറി വരാം, ഞാൻ ഇഷ്ടമുള്ള വീട്ടിലേക്ക് ഞാൻ കയറി വരും. എനിക്ക് തോന്നുന്ന നേരത്ത് അവിടെ ഉണ്ടെങ്കിൽ ഉള്ളത് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഉണ്ടാക്കാൻ പ്രയാസമാണ്, ഞാനും കൂടിത്തരാം. അതൊരു പിന്നെ ആത്മബന്ധത്തിന്റെ പേരിൽ അങ്ങനത്തെ ഒരാൾ വരുമ്പോൾ ചായ വേണോ മറ്റോ വേണോ എന്ന് ചോദിക്കുക. അത് വേറെ കാര്യം, അവരുടെ ആവശ്യം അനുസരിച്ച് ചെയ്യാം. പക്ഷെ കൊടുക്കാനുള്ളത് ചായ തന്നെ ഉള്ളൂ. അത് പിന്നെ വേണമെന്ന് വെച്ച് കൊടുക്കാൻ നിൽക്കണ്ട, അതാണ് ഉണ്ടാക്കി വെച്ചിട്ട് കൊടുക്കുക. വേണമെങ്കിൽ അവിടെ കുടിക്കാറുന്നുള്ളൂ, നമുക്ക് പിന്നെ കുടിക്കാനല്ലേ വലിച്ചെറിയാം. അപ്പൊ അത് പിന്നെ അതിഥി സൽക്കാരത്തിന്റെ ജസിബ, അതിന്റെ ഒരു വികാരം ഇല്ലാതിരിക്കൽ പാപം. അതിനെക്കുറിച്ച് ഒരു ചെറിയ കാര്യം ഇവിടെ പറയാം. സയ്യിദ് അബ്ദുൽ സത്താർ ഷാ സാഹിബ് റളിയല്ലാഹു തആല അൻഹു മസീഹ് മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുന്നത സഹാബാക്കളിൽ ഒരാളായി. അതായത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹിന്റെ മാതാവാണ് സയ്യിദ മറിയം ബീഗം, അവരുടെ പിതാവ്. റയ്യയിലുണ്ടായിരുന്ന ഒരു വലിയ മനുഷ്യൻ, അഥവാ ആ കാലത്ത് ഡോക്ടറും കൂടിയായിരുന്നു. അദ്ദേഹം വള്ളക്കാരക്കാലത്ത് ഡോക്ടറായിരുന്നു, വളരെ ഉന്നതനായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹം തന്നെ മക്കൾക്ക് എഴുതിയ ഒരു വസിയത്ത് എന്ന് പറഞ്ഞ ബുക്കുണ്ട്. അതിൽ അദ്ദേഹം പറയാണ്, അതിഥി വീട്ടിൽ വന്നാൽ നിങ്ങളുടെ വീട്ടിലുള്ള ആ അതിഥിക്ക് വയറ് നിറയുള്ള ഭക്ഷണം അള്ളാഹ് നിങ്ങളെ ഏൽപ്പിച്ചതാണ്. കൊടുത്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ ഹറാമാണ് കഴിച്ചത്. അതായത് അതിന് കൊടുക്കാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചതാണ് അള്ളാഹ്.
അത് നിങ്ങൾ കഴിക്കുമ്പോൾ അയാൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്നത് ഹറാമാണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും ഹലാലായി കിട്ടില്ല. ഹദ്റത്ത് അലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഒരു പള്ളിത്തിണ്ണയിലിരുന്ന് കരയാണ്. അപ്പോൾ ആരോ വന്ന് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ തേങ്ങിക്കരയുന്നതെന്ന് ചോദിച്ചു. ദുഹർ കഴിഞ്ഞ് എണീറ്റവും തേങ്ങിക്കരയുന്നു. അവർ 3 ദിവസമായിട്ട് എൻ്റെ വീട്ടിൽ ഒരൊറ്റ അതിഥിയും വന്നിട്ടില്ല. അള്ളാഹുവിനെ എന്നോട് വെറുപ്പാണെന്ന് തോന്നുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള ആതിഥേയത്വം. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ വീട്ടിൽ ഒരുപാട് അതിഥികൾ വന്നു. അപ്പൊ എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാ വസ്ത്രങ്ങൾ കിട്ടാവുന്ന ഒക്കെ തണുപ്പിനുള്ള ഒക്കെ എടുത്തു കൊടുത്തു. അപ്പൊ ഒരാള് വീട്ടില് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് ചെയ്യുന്നത് നോക്കുമ്പോൾ ഒരു കോട്ട് എടുത്തിട്ടുണ്ട്. ആ കോട്ടിന്റെ ഉള്ളിൽ സയ്യിദ്ന മഹ്മൂദ് അഹമ്മദ്, അന്ന് ഖലീഫത്തുൽ മസീഹ് സാനി, ചെറിയ കുട്ടിയാണ്, കൂട്ടിപ്പിടിച്ച് ഒരു കോട്ടില് ഒരു ഭാഗത്ത് കോറിയിരിക്കുന്നുണ്ട്. കാരണം താൻ പുതക്കാനുള്ള പുതപ്പ് കൂടി അതിഥികൾക്ക് കൊടുത്ത് മകന് തണുക്കാതിരിക്കാൻ വേണ്ടി കോട്ടിന്റെ ഉള്ളിൽ വെച്ച് ഉറക്കുകയായിരുന്നു മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തിരുന്നത്. ഇത് ഞാൻ ഇടയിൽ ഒന്ന് ഓർത്തുന്നുള്ളൂ. പക്ഷേ അതിഥി സൽക്കാരം എന്നുള്ളത് ഒരു സാമൂഹ്യമായിട്ടുള്ള നന്മയാണ്. അതില്ലാതിരിക്കൽ സാമൂഹ്യമായ തിന്മയാണ്. അത്തരം സമുദായത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. മറ്റൊന്ന്, കച്ചവടത്തിൽ വഞ്ചന കാണിക്കുക. അത് സാമൂഹ്യമായ തിന്മയാകാനുള്ള കാരണം, നിങ്ങളൊരു അങ്ങാടിയിൽ നമ്മൾ പണിയെടുക്കുമ്പോൾ അവിടെ ബാർഗെയിനിങ് ഉണ്ടെങ്കിൽ വേറെ ആരും അങ്ങോട്ട് ബാർഗെയിൻ ചെയ്യാത്ത ആൾക്കാർ അങ്ങോട്ട് വരില്ല. ഇപ്പൊ പഞ്ചാബിലൊന്നും ചെന്നിട്ട് ഒരിക്കലും സാധാരണ കടകളിൽ നിന്നൊന്നും സാധനം വാങ്ങാൻ ആരും മുതിരില്ല, നമ്മളെ പോലത്തെ ആൾക്കാർ. കാരണം നമുക്ക് മലയാളികൾക്ക് മൊത്തത്തിൽ പറഞ്ഞ് പൈസ കൊടുത്ത് വാങ്ങുന്ന സ്വഭാവമാണ്. അതില്ലാതെ ബാർഗെയിൻ ചെയ്ത് വാങ്ങുന്ന സ്വഭാവം അവിടെ ഉള്ളൂ. നിങ്ങൾ ചിലത് നമ്മൾ പോയി വാങ്ങുമ്പോൾ 100 രൂപയുടെ സാധനത്തിന് പറഞ്ഞാൽ 5 രൂപ കൊടുക്കുമെന്ന് വയ്ക്കും. നമുക്ക് ചോദിച്ചാൽ അടി കിട്ടുമെന്ന് പേടിയുണ്ടാവും. പക്ഷെ അങ്ങനെ ചോദിക്കും അവർ 5 രൂപ 6 രൂപ വേണമെങ്കിൽ തരാമെന്ന് പറയും. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്വഭാവമാണ് അവിടെ ഉള്ളത്. എന്തെന്നെ വാങ്ങിക്കൊടുന്നാലും മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. ഇത് എന്ത് വിലക്കാവോ കിട്ടിയത്, ഇതിനേക്കാണ് കുറച്ച് കിട്ടുന്നത്. ഇത് ചിലർക്ക് പല സാധനങ്ങൾ ഇങ്ങനെ ആൾക്കാർ വാങ്ങിക്കൊണ്ടുവരും. കമ്പിൾ വാങ്ങിക്കൊണ്ടുവരും, ടൂൾസ് വാങ്ങിക്കൊണ്ടുവരും, ഒക്കെ വാങ്ങിക്കൊണ്ടു വന്നിട്ട് ഇങ്ങനെ തമ്മിൽ വില പറയുമ്പോൾ അയ്യേ ഞാനത് ഇത്രയൊക്കെ വാങ്ങിയതെന്നാണ്. അപ്പോഴാണ് മറ്റോടെങ്കിലും ഞാൻ നിൽക്കുന്ന റൂമിൽ ആരെങ്കിലും വില പറയും, വില മാത്രം അവിടെ പറയരുത്. അത് അവിടുന്ന് വാങ്ങി പിന്നെ വില വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ പറഞ്ഞ് ഇവിടെ പറയരുത്, വല്ലതും വാങ്ങിയിട്ടുണ്ട് ഇവൻ അടങ്ങാറുണ്ടാവും, അതുകൊണ്ട് ചെയ്യരുത്. അതോ നിങ്ങൾക്ക് ഇനി വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങിയത് തമ്മിൽ പറയണ്ട, വാങ്ങാനുണ്ടെങ്കിൽ അതിലാളെ കൂട്ടിയിട്ട് വേണമെങ്കിൽ പോയിക്കോ, മറ്റു പരിപാടിക്ക് നിൽക്കണ്ടെന്ന് പറയും. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത്, കച്ചവടത്തിൽ ഒരിക്കലും കൃത്രിമം കാണിക്കാതിരിക്കുക, വഞ്ചന കാണിക്കാതിരിക്കുക. അത് കാണിക്കുന്ന സാമൂഹ്യ തിന്മയായിട്ടാണ് ഖലീഫത്തുൽ മസീഹ് സാനി പറഞ്ഞിട്ടുള്ളത്. 13ാമത്തത്, ഇതുവരെ 12 തിന്മകളാണ് സാമൂഹ്യ തിന്മകളെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഒന്ന്, നമ്മളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ, അതിപ്പോ ഖുദാമുൽ അഹമ്മദിയക്ക് കായിദിന് സഹായിക്കങ്ങൾ ഉണ്ടാവും, സെക്രട്ടറിമാരുണ്ടാവും, അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുണ്ടാവും. അവരുടെ കുറ്റങ്ങൾ അവരുമായി ബന്ധം ഇല്ലാത്ത ആൾക്കാരെ മുമ്പിൽ പറയാൻ, ഇത് ഒരു പൊതുതത്വം കൂടിയാണ്. ഒരു ഈ ക്ലർക്ക് ഒരു പണിയെടുക്കൂല എന്ന് പുറത്തുനിന്ന് വന്ന ഒരുത്തനോട് മുമ്പിൽ വെച്ച് പറയാം, അത് സാമൂഹ്യമായ തിന്മയാണ്. കാരണം സമൂഹത്തെക്കുറിച്ചുള്ള അവന്റെ അവബോധം ഇല്ലാതായി പോകും. അതേപോലെ കുട്ടികളെ നിങ്ങൾ ശാസിക്കുമ്പോൾ ഒരു ബന്ധമില്ലാത്തവന്റെ മുമ്പിൽ ഒരിക്കലും ശാസിക്കരുത്. ഒരു കുട്ടി തെറ്റ് ചെയ്യുന്നുവെങ്കിൽ അത് ആ കുട്ടിയോട് പറയാം, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതിന്റെ വാപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ വെച്ച് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് പറയാം. പക്ഷെ ഒരു ബന്ധമില്ലാത്ത ഒരുത്തന്റെ മുമ്പിൽ അത് പറഞ്ഞിട്ട് ആ കുട്ടിയെ വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിന് ഒരു റിയാക്ട് ചെയ്യുന്ന സ്വഭാവം, അതായത് അതിനെ പ്രതികരിക്കണം എന്നുള്ള സ്വഭാവമേ കുട്ടിയിൽ ഉണ്ടാവുള്ളൂ. അത് തിരുത്താനല്ല പോവുക. ഇത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ ഉപദേശിച്ചതാണ്. അടുത്തത്, ഒരാളുടെ പേര് പറയാതെ തിന്മയെക്കുറിച്ച് വർത്താനം പറയാം. അതായത് ഇവിടെ ചില ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങലുണ്ട്. അത് തെറ്റാണ്. അതിന് ഗീബത്ത് തന്നെയാണ് അത് സാധനം. അത് സാമൂഹ്യമായിട്ടുള്ള തിന്മയാണ്. കാരണം എന്താണ്, ഈ ഉള്ള ആൾ ആരാണെന്ന് പറയാൻ ഇയാൾക്ക് ധൈര്യം ഉണ്ടാവില്ല. അപ്പൊ അയാൾ അതിനേക്കാളും വലിയ മോശക്കാരനാണ്. അധികം ഇതെന്താണ്, ഈ പറയുന്ന ആൾക്കാരെ ഞാൻ പല ആൾക്കാരെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു റിസൾട്ട്, അയാളിത് ചെയ്യാത്ത ആളാണെന്ന് നമ്മളെ അറിയിക്കലാണ് ഉദ്ദേശം. ഇങ്ങനെ പറയുന്ന ആൾക്കാർ
ചില ആൾക്കാർ അങ്ങനെയാണ്, ചില ആൾക്കാർ ഇങ്ങനെയെന്ന് പറയുന്നത് ഇയാളത് ചെയ്യാത്ത ആളാണെന്നും മറ്റാൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടെന്നും നമ്മളെ അറിയിക്കലാണ്. അതിൽ ശരിയോ തെറ്റോ അറിയില്ല. 10 ഉപയോഗിക്കാൻ വേണ്ടി നമ്മളോട് വയ്ക്കും. പിടിച്ചു കൊണ്ടേ കൂട്ടിലിടൽ നമ്മളെയാണ്. വെറുതെ ഒന്നും അറിയാതെ ഇരിക്കുമ്പോൾ വെറുതെ വന്നിട്ട് സദസ്സിൽ വെച്ചിട്ട് അതെങ്ങനെ ഒരാൾ ചെയ്ത് അങ്ങനെ ഒരാൾ ചെയ്ത് എങ്ങനെ ചെയ്യുന്നുണ്ടാവും അവിടെ ആളെ പേര് പറയാതെ പറയും. കുറച്ചുകൂടെ നല്ല തന്മയത്വത്തോടുകൂടി താങ്കളെല്ലാം അറിയുന്ന ആൾക്കാരാണെന്ന് പറയുന്ന ചില ആളുകൾ ആളെ ഞാൻ പറയുന്നില്ല എന്നുകൂടെ പറഞ്ഞിട്ട് പറയും. അത് അത്ര എനിക്ക് ധൈര്യമുള്ളൂ എന്നാണ് ഈ പറയുന്നത്. എത്ര ധൈര്യത്തിലാണ് പറയുന്നതെങ്കിലും. അപ്പൊ ഇത് സാമൂഹ്യമായ തിന്മയാണ്, അത് പറയാൻ പാടുള്ളതല്ല. കൗമി അഗ്രാസ്മി മദദ്ദനസ് ദരീഖ്കർണ, സാമൂഹ്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ആ ലക്ഷ്യങ്ങളിൽ നമ്മൾ സഹായം ചെയ്യുന്ന കാര്യത്തിൽ മാറി നിൽക്കുക. സാമൂഹ്യമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ വരുന്നു. ആ ലക്ഷ്യങ്ങളുടെ മുമ്പിൽ നമ്മളതിൽ പങ്കെടുക്കാതെ നമ്മൾ മാറി നിൽക്കുക, നമ്മളെ കഴിവുകൾ മാറ്റി നിർത്തുക. ഉദാഹരണമായിട്ട് ജമാഅത്തിയായിട്ടൊരു പ്രവർത്തനം നടത്തണം, അതിൽ നമുക്ക് പങ്കെടുക്കാം, പക്ഷേ നമ്മൾ മാറിക്കും. ഇപ്പോൾ പരീക്ഷ നടക്കും, പ്രധാനമന്ത്രി പരീക്ഷ നാളെ നടക്കുമായിരിക്കും. അപ്പോൾ അതിന് ഞാനെന്തിനാ പങ്കെടുക്കുന്നത്? സമൂഹത്തിൻ്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൽ മാറി നിൽക്കാനുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായിട്ടുള്ള തിന്മയാണ്, സമൂഹത്തോട് നമ്മൾ ചെയ്യുന്ന ദ്രോഹമാണ്. ഹുക്കൂമത്ത് അഥവാ രാജ്യത്തിൻ്റെയോ അതല്ലെങ്കിൽ ജമാഅത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ സേവകരുണ്ടാവും, വർക്ക് ചെയ്യുന്ന ആളുകൾ, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വർക്ക് ചെയ്യുന്ന ആൾക്ക് അവരോട് സഹകരിക്കാതിരിക്കുക. ഒരു സെക്രട്ടറി സഹകരിക്കാൻ പറയുമ്പോൾ നമ്മൾ 100 ന്യായങ്ങൾ പറയുന്നത് അവിടെ തന്നെ സഹകരിച്ചോളണം. അതിനുശേഷം ന്യായം പ്രശ്നം നമുക്ക് അയാളോട് നേരിട്ട് പറയാം. സഹകരണ മനോഭാവം ഇല്ലാതിരിക്കും. ഇപ്പോൾ ഒരു പോലീസുകാരൻ പറയണം മാറിക്കറിയുമ്പോൾ മാറിക്കണം, അതിനാണ് അയാളോടെ നിൽക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും മാറി വണ്ടി നിർത്താൻ കൈ കട്ടി അടിച്ചുവിടാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അത് തെറ്റാണ്, സാമൂഹ്യമായിട്ടുള്ള തിന്മയാണ്. സമൂഹത്തിന്റെ ഗവൺമെന്റ് തലത്തിലുള്ളതാണെങ്കിലും സാമൂഹ്യമായിട്ടുള്ള ആളുകളാണെങ്കിലും അവർ നമ്മളോട് സഹകരിക്കാതിരിക്കാൻ പാടില്ല, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അതിന്റെ സേവകരോട്. ഇത്താഅത്ത് അനുസരിക്കാതിരിക്കുക. സമൂഹത്തിൽ അപ്പോൾ നമ്മൾ ഒരു സദസ്സിലിരിക്കുമ്പോൾ ഒരുത്തനോട് വെറുതെ പറയണം അവിടെ നിന്ന് എണീക്കുന്ന എണീറ്റോണം. അത് എന്തിനു എണീറ്റെന്ന് ചോദിക്കേണ്ട ആവശ്യം. അത് വെച്ച് വേറെ ഒരുത്തനോട് വന്നിച്ചള ഓടിച്ചള ഇടങ്ങറക്ക അങ്ങനത്തെ ആദ്യം ഇവിടെ ഉണ്ടാവില്ല വിചാരിക്കുന്നത്. പക്ഷെ അതൊരു സാമൂഹ്യമായിട്ടുള്ള ഒരു സെറ്റപ്പിന് ആവശ്യമാണ്. അല്ലാതെ ഇപ്പോൾ ഒരാൾ എല്ലാവരും ഒന്ന് ആ റൂമിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വരാറുമ്പോൾ നമ്മളെ ആ റൂമിൽ മലന്ന് കിടക്കലാണ്. കാരണം അത് വേറെ ആളവരോടൊക്കെ പറഞ്ഞെന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഇവിടെ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും കാണുന്നൊരു സ്ഥലമുണ്ട്. അത് നമ്മളോടല്ല പറഞ്ഞത്, നമ്മൾ ചൂടന്മാരാണ് എന്നുള്ള നിലയിലിരിക്കുക. അപ്പം സാധാരണ ഈ കണ്ടക്ടർമാർ പറയുന്ന പല തമാശകളുണ്ട്. പുരുഷന്മാരൊന്ന് മുമ്പോട്ട് നിൽക്കുക എന്ന് പറയും. അപ്പോൾ ചിലവരിങ്ങനെ കമ്പി കണ്ടിട്ടുണ്ടാവും, കമ്പി വീട്ടിൽ കൊണ്ടുള്ള കമ്പിയുടെ മാതിരി അതിൻ്റെ പുറത്ത് ചാരി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ബസ്സിലൊക്കെ. അപ്പോൾ ചില കണ്ടക്ടർമാർ ഞാൻ 2-3 നാൾ കണ്ടിട്ടുണ്ടാണ്, ഇയാൾ പുരുഷനല്ലായിരിക്കില്ല, പുരുഷന്മാരോട് മുമ്പോട്ട് നിൽക്കാൻ പുരുഷനല്ലായിരിക്കില്ല എന്ന് പറയും, കൊത്തിക്കൊണ്ട്. അതേപോലെ ഒന്ന് മാറിക്കാന്ന് പറയും, വഴിയിൽ നിന്ന് മാറിക്കാക്കും. അപ്പോൾ പോലീസുകാരൻ പറയാം കള്ളുടിയനാ, അത് മാറിക്കുമ്പോൾ പറയണൊന്നും അനുസരിക്കണില്ല, അപ്പോൾ കള്ളുടിയനെ എടുക്കുമെന്ന് പറയും. അപ്പോൾ ഇതേപോലുള്ള ചില ആളുകൾ നമ്മൾ വഴിയിൽ കാണുന്നുണ്ട്. അത് സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ട്രാഫിക്കിൽ ജാമിൽ കുടുങ്ങിയാൽ ഒരാൾ പറയണ വണ്ടിയൊന്നും ഇങ്ങോട്ട് എടുക്കാറ് ഇട്ട് കൊടുക്കും. അതിൽ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല, എല്ലാവരെയും രക്ഷപ്പെടുത്താനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഇടയിൽ കയറ്റി വെക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാതെ ആ സമൂഹത്തിൽ പറയുന്നത് ഒരു പെട്ടെന്ന് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന പെട്ടെന്ന് സദാചാര പോലീസുകാർ വരും. അത് കുരുത്തങ്കെട്ടൊരു സദാചാര പോലീസിന് ചർച്ച ഉണ്ട്, ഇവിടേക്കെല്ലാം പോകുന്നത്. അവിടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഉടനെ നമ്മൾ അനുസരിച്ച് പോകണം. അത് നമ്മളുടെ കടമയാണ്. അതല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള തിന്മയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ജമാഅത്തിൽ അതല്ലാത്ത ഒരു വഴി ജമാഅത്തല്ല എന്ന് തന്നെ ഖലീഫത്തുൽ മസീഹ് സാനി തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 18 തിന്മകളെ കുറിച്ചാണ് സാമൂഹ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്തത്.